വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 414, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ റാംകുമാറേയും ഹൈമോദിയാണ് കാണിക്കുന്നത്. അതിൽ റാംകുമാർ ഒരു ഫോൺ ചെയ്യുന്നുണ്ട്, ബാക്കിൽ നിന്ന് അറിയാതെ അത് കേൾക്കുന്ന ഹൈമോദിയെയും കാണിക്കുന്നുണ്ട്. റാംകുമാർ ഫോണിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനും ഒരു മാരേജിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് എന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബാക്കിൽ നിന്നിട്ട് ഹൈമോദി ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അടുത്ത സീൻ തന്നെ കേശു റാംകുമാറോട് ചോദിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. കേശു സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ ശരിക്കും സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോവുകയാണോ എന്ന രീതിക്ക്. അപ്പോൾ റാംകുമാർ ലച്ചുവിനോടും കേശുവിനോടും പറയുന്നുണ്ട്, ഇത് ചുമ്മാ വെറുതെ പ്രാങ്ക് തമാശയ്ക്ക് ചെയ്താണ് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ലച്ചുവും ഹൈമോദിയും അവിടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ ലച്ചു ഹൈമോദിയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൈമോദി അതിനെ ഷോക്കായിട്ട് തന്നെ ഒന്നുമില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിന് റാംകുമാറും ഹൈമോദി സംസാരിക്കുന്ന പോലെയാണ്. അതിൽ ഹൈമോദി കരഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോടെ റാംകുമാറോട് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ട് കൈയും കാലും തല്ലി ഒടിച്ചിട്ട് ലൈഫ് ലോങ് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് നിങ്ങളെ ഞാൻ നോക്കും എന്ന രീതിക്ക് ഹൈമോദി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് ലച്ചു ഫോണിൽ സംസാരിക്കുന്ന പോലെയാണ്, ആരോട് പറയുന്നുണ്ട്, പല ടൈപ്പ് പ്രാങ്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ഒന്ന് ആദ്യമായിട്ടാണ് എന്ന രീതിക്ക് റാംകുമാറിൻ്റെയും ഹൈമോദിയുടെയും വിഷയം ആരോടോ ഫോണിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഷയം ഹൈമോദി നീലുവിൻ്റെ അടുത്തും ഭവാനി അമ്മീൻ്റെ അടുത്തും പറയുന്നുണ്ട്. അത് ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. റാമിൻ്റെ ജാതകത്തിൽ 2 കല്യാണമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നീലുവും ഭവാനിയമ്മയും ഷോക്കാവുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് തന്നെ ലച്ചുവും കേശുവും പാടെ ശിവാനിയോട് പോയിട്ട് സംസാരിക്കുന്ന പോലെയാണ്. അതിൽ കേശു ശിവാനിയോട് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു പ്ലേ നടക്കുകയാണ്, നീ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന രീതിക്ക് ശിവാനിയോട് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് റാംകുമാറേയും ഹൈമോദിയെയും കാണാൻ വേണ്ടിയിട്ട് നീലുവും ഭവാനിയമ്മയും ഇവിടെ പോകുന്നുണ്ട്. അവരും ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. എന്നിട്ട് പ്രോമോൻ്റെ അവസാനം ഒരു വേറെ ലെവൽ സീനുണ്ട്. റാംകുമാർ ലച്ചുവിനോടും കേശുവിനോടും ശിവയോടും പാർക്കുട്ടിയോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഞാനിത് തുടങ്ങിയത് എന്ന രീതിക്ക് റാംകുമാർ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ലച്ചു ഭയങ്കര കാഷ്വലായിട്ട് സിമ്പിളായിട്ട് ആരെ എപ്പോൾ പറഞ്ഞു എന്ന രീതിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അതോടെ റാംകുമാർ ഷോക്കായി നിൽക്കുന്നു. അതോടെ ഒരു പ്രോമോ ഉണ്ടായി. പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, റാംകുമാർ ഹൈമോദിക്കിട്ട് ഒരു പണിയെടുക്കാനായിട്ട് ലച്ചുവിൻ്റെ അടുത്തും കേശുവിൻ്റെ അടുത്തൊക്കെ ഹെൽപ്പോട് കൂടി ഒരു പുതിയൊരു മാരേജ് കഴിക്കുകയാണ് എന്ന രീതിക്ക് ഒരു പ്രാങ്ക് ചെയ്യുന്നുണ്ട് ഹൈമോദിയുടെ അടുത്ത്. അത് ഹൈമോദി സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇവരെല്ലാവരോടും പോയി ചോദിക്കുന്നുണ്ട്, നീലുവിൻ്റെ അടുത്തൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്, ദേഷ്യത്തോടെയും നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പെടുമെന്നൊരവസ്ഥ എത്തിയപ്പോൾ ശിവാനിയും ലച്ചുവും കേശുവൊക്കെ ഈ ഒരു പ്രാങ്കിൽ നിന്ന് മെല്ലെ ഒഴിയുന്നുണ്ട്. റാംകുമാറെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് അവരുടെ കൈ ഒഴിയുന്നുണ്ട് റാംകുമാറെ. അങ്ങനെ റാംകുമാർ മാത്രം പെടുന്ന പോലെയാണ് ഈ ഒരു പ്രോമോയിൽ കാണിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടും വരാൻ പോകുന്നത്. ഏതായാലും റാംകുമാറും ഹൈമോദിയും മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്ന ഒരു എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡിൻ്റെ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ലച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുമളിലോട്ട് തിരിച്ചു വരുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ. പിന്നെ പ്രോമോയിൽ എവിടെ നിന്ന് നമുക്ക് ദിയനെയും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ദിയ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഏതായാലും റാംകുമാർ കൊടുത്തൊരു പ്രാങ്കിനെ ചൊല്ലിയുള്ള ഒരു എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.